ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ലൊരു ദിവസം കൂടി ഭൂമിയിൽ കർത്താവ് നമ്മളെ ശേഷിപ്പിച്ചു. യേശുവിന്റെ വലിയ കൃപകൾക്കായി നമുക്ക് നന്ദിയുള്ളവരായി തീരാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ കർത്താവിന്റെ വചനം നമുക്ക് ശ്രവിക്കാം. യേശുവിന്റെ വചനം ഇന്നു പകൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ സകല മേഖലകളെയും സ്പർശിക്കുവാൻ പര്യാപ്തമാണ്. സൗഖ്യമോ, സമാധാനമോ, സന്തോഷമോ, വിടുതലോ, സാമ്പത്തിക ഉയർച്ചയോ, നിങ്ങളായിരിക്കുന്ന ഏത് അവസ്ഥയിൽ നിന്നുള്ള പരിഹാരവും യേശുവിൻ്റെ വചനത്തിൽ നൽകുവാൻ കഴിയും. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടും വളരെ പ്രാർത്ഥനയോടും വചനത്തിനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒരു തിരുവചന ഭാഗം ഞാൻ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിന്റെ ഈ ലോകത്തിലെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ നടന്ന ഒരു സംഭവ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും സഞ്ചരിക്കുക പതിവായിരുന്നു. രോഗികളെ സൗഖ്യമാകുന്നു, ഭൂതഗ്രസ്തരെ സുഖപ്പെടുത്തുന്നു, ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. യേശുവിന്റെ യാത്രയിൽ യേശുവിന്റെ കൂടെ ശിഷ്യന്മാർ കാണും, വലിയൊരു ബഹുപുരുഷാരം തന്നെ അനുഗമിക്കും. ഇവിടെ യേശു ഒരു വലിയ പുരുഷാരത്തിന്റെ അകമ്പടിയോടെ നയീൻ എന്ന ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശന കവാടത്തിൽ യേശു കാണുന്ന ഒരു കാഴ്ച ഒരു ശുഭകരമായതല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള, ദുഃഖമുളവാക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് യേശു കാണുന്നത്. ആ പട്ടണത്തിന്റെ വാതിൽക്കൽ അതാ യേശു ശിഷ്യന്മാരും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്തേക്ക് മറ്റൊരു കൂട്ടം വരുന്നു. അവർ വരുന്നത് മരിച്ച ഒരു യൗവനക്കാരന്റെ ശവമഞ്ചവും ചുമന്നുകൊണ്ടാണ്. ആ യൗവനക്കാരനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ആ അമ്മയ്ക്ക് ഏക മകനാണ്, അവൾ വിധവയാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഏക ആശ്രയം, ഏക പ്രതീക്ഷ ഈ മകനാണ്. അവൾക്ക് ഭർത്താവില്ല, മറ്റു മക്കളില്ല. ഈ അമ്മയും മകനും അവരുടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുക. പൊടുന്നനവയാണ് തൻ്റെ സകല പ്രതീക്ഷകൾക്കും തുരങ്കം വെച്ചുകൊണ്ട് ഈ മകൻ മരണമടയുന്നത്. വലിയ പുരുഷാരം ഈ മരണമടഞ്ഞ ചെറുപ്പക്കാരന്റെ ശവമഞ്ചം എടുത്തുകൊണ്ട് ഒരു വിലാപയാത്രയായി പട്ടണത്തിൽ നിന്നും പുറത്തേക്ക് അവനെ അടക്കം ചെയ്യുവാൻ വേണ്ടി വരികയാണ്. ഈ വിധവ അമ്മ വളരെ കരയുന്നുണ്ട്, അവൾ വളരെ സങ്കടത്തിലാണ്. ഈ കാഴ്ച യേശുവിന്റെ കരൾ അലിയിപ്പിച്ചു. ഈ അമ്മയുടെ, ഈ വിധവയായ ഈ സ്ത്രീയുടെ കരച്ചിൽ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞ് അവളോട് പറയുക, കരയേണ്ട. പ്രിയമുള്ളവരെ, മനുഷ്യൻ പലപ്പോഴും നമ്മുടെ വിഷമസ്ഥിതികൾ കണ്ടിട്ട് സങ്കടപ്പെടാറുണ്ട്. മനസാക്ഷിയുള്ളവർ നമ്മളെയൊക്കെ കണ്ടിട്ട്, നമ്മുടെ ചില അവസ്ഥകൾ കണ്ടിട്ട്
വിഷമിച്ച് മനസ്സലിഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. നമ്മുടെ ഉറ്റവരുടെയോ പ്രിയപ്പെട്ടവരുടെയോ ഒക്കെ വേർപാടിൽ പലരും വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് കരയും, ആശ്വാസ വചനങ്ങൾ പറയും. സാരമില്ല, പോകട്ടെ, വിഷമിക്കണ്ട എന്നൊക്കെയുള്ള ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് പലപ്പോഴും മനുഷ്യൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മനുഷ്യന് നമ്മളെ നോക്കി മനസ്സറിയും. പലപ്പോഴും മനസ്സറിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളോ എന്തെങ്കിലുമൊക്കെ നന്മകളോ ഒക്കെ അവർ തരാറുണ്ട്. എന്നാൽ യേശു മനസ്സറിയുന്നതും മനുഷ്യൻ മനസ്സറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ സ്ത്രീയുടെ സങ്കടകരമായ ഈ അവസ്ഥ കണ്ടിട്ട് യേശു മനസ്സറിഞ്ഞ് അവളോട് പറയുക, നീ കരയേണ്ട. മനുഷ്യൻ കരയേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസ വചനത്തിനപ്പുറം യാതൊരു പരിഹാരവും ആ കരച്ചിൽ വരുത്തുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ യേശു കരയേണ്ട എന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള കരുതലുകൾ യേശു ഒരുക്കിയിട്ടാ പറയുന്നത്, നീ കരയേണ്ട. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലതിനെ ചൊല്ലി കരയുന്നവരായിരിക്കാം. ചില നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പല അവസ്ഥകളും പരിതാപകരമാണ്. മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാർ, മാതാപിതാക്കൾ മക്കളെ ചൊല്ലി കരയുന്നു. മക്കൾ മാതാപിതാക്കളുടെ ചില നടപ്പ് കണ്ടിട്ട് കുടുംബത്തിലെ കലഹങ്ങളും അപ്പനമ്മമാർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും മക്കളെ കരച്ചിലേക്ക് കൊണ്ടുപോകുന്നു. എത്രയോ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ ചെന്ന് മക്കളെ ചൊല്ലി കരയുന്നു. വീട്ടിൽ സുഖകരമായി സ്വസ്ഥതയോടും സന്തോഷത്തോടുമൊക്കെ വാർദ്ധക്യം ചെലവഴിക്കേണ്ടവർ അതിന് സാധിക്കാതെ വൃദ്ധസദനങ്ങളിൽ കരഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ഹോമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു കാര്യം ഞാനിങ്ങനെ വായിച്ചു. ഒരു പ്രായമായ പിതാവ് ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് ആ മൊബൈൽ ഷോപ്പിലെ ടെക്നീഷ്യനോട് തന്റെ ഫോൺ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ ഫോണിന്റെ കംപ്ലൈന്റ് ഒന്ന് പരിഹരിച്ചു നൽകണം. ആ ചെറുപ്പക്കാരൻ ആ ഫോൺ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, അപ്പച്ചാ, ഇതിനൊരു കുഴപ്പമില്ലല്ലോ, ഈ ഫോൺ കറക്റ്റ് ആണ്, നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ആ പിതാവിന്റെ അടുത്ത ചോദ്യം, എന്നിട്ട് എന്താ എന്റെ മക്കളുടെ കോളൊന്നും ഇതിലേക്ക് വരാത്തത്? മക്കളുടെ കോള് വരാത്തതല്ല, അവർ വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ പിതാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തേങ്ങലുകളാണ്, കരച്ചിലുകളാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ കഴിയാതെ കരയുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഭൂമിയിൽ. ഒരു കാലത്ത് എല്ലാം മുറിയെ പണിയെടുത്ത് അധ്വാനിച്ച് പണം സമ്പാദിച്ചു, ഒരുപാട് കാര്യങ്ങൾ സുരുക്കൂട്ടി. എന്നാൽ അനുഭവിക്കേണ്ട സമയമെത്തിയപ്പോൾ പല രോഗങ്ങളും പിടിപെട്ട് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം അനുസരിച്ച് ഒന്ന് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്നവരുണ്ട്. ഒത്തിരി പിതാക്കന്മാർ മാതാക്കളിനോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, എന്താ ജീവിച്ചിട്ട് കാര്യം? ആയുസ്സിൽ ഭൂരിഭാഗ സമയവും കുടുംബം വിട്ട് സുഖകരമായ എല്ലാ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ മരുഭൂമിയിൽ മണലാരണ്യത്തിലൊക്കെ പോയി ഒത്തിരി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പണം സമ്പാദിച്ചു, മക്കളെ വളർത്തി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഉന്നത നിലകളിൽ എത്തിച്ചു, നല്ല വീട് വെച്ചു. എന്നാൽ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് തിരികെ വന്നിട്ട് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ എല്ലാ രോഗങ്ങളും, ഈ ഭൂമിയിൽ എന്തൊക്കെ രോഗമുണ്ടോ അതെല്ലാം പിടിപെട്ട് ഞങ്ങളിങ്ങനെ വല്ലാതെ ജീവിതം ഉരുകി തീർക്കുകയാണ്. എന്നും കരച്ചില്ല. പുറമെ നോക്കുമ്പോൾ കുഴപ്പമില്ല, വേണ്ടതെല്ലാം ഉണ്ട്, കാണുമ്പോൾ എല്ലാം നിറവുമുണ്ട്, പക്ഷേ ഉള്ളിൽ ശൂന്യതയാണ്. ഇങ്ങനെ പലതിനെ ചൊല്ലി കരയുന്നവരെ കൊണ്ട്
ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കരച്ചിലിന്റെ കാരണം എന്തായിരുന്നാലും, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ഉയർത്തുന്ന എന്റെ യേശുവിന് നിങ്ങളുടെ കരച്ചിലിന് പരിഹാരം വരുത്തുവാൻ കഴിയും. മനുഷ്യൻ പറയുന്നത് പോലെ സാരമില്ല, പോട്ടെ, കരയണ്ട, സമാധാനപ്പെട്, ഇങ്ങനെയുള്ള ഭംഗി വാക്ക് പറഞ്ഞ് പോളിഷ് ചെയ്ത് നമ്മളെ യേശു അയക്കത്തില്ല. യേശു നിങ്ങളുടെ കരച്ചിലിന് ഒരു പൂർണ്ണ പരിഹാരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിധവയായ സ്ത്രീ തന്റെ ഏകജാതനായ മകന്റെ വേർപാടിൽ അതീവ ദുഃഖിതയായി, ആശയറ്റവൾ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? എന്റെ സകല പ്രതീക്ഷയും എന്റെ മോനിലായിരുന്നല്ലോ, അവനും എന്നെ വിട്ടുപോയി. ഇങ്ങനെയുള്ള 100 വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞ് അവൾ കരയുകയാണ്. അവിടെ കൂടി വന്ന ബഹുപുരുഷാരത്തിന് അവളുടെ കരച്ചിലിനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവർ പറയുവാൻ ശ്രമിക്കുന്ന ആശ്വാസ വചനങ്ങളൊന്നും അവളുടെ ഉള്ളിലേക്ക് കയറത്തില്ല. കാരണം എന്തു പറഞ്ഞിട്ട് എന്തിനാ? നഷ്ടപ്പെട്ടില്ലേ, പോയില്ലേ? ഇനി ആശ്വാസ വചനങ്ങൾ കൊണ്ട് ഈ മകനെ മടക്കി നൽകാൻ കഴിയുമോ? ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ എന്റെ പ്രതീക്ഷ മകനിലായിരുന്നു. അവൻ വളർന്ന്, അവൻ പഠിച്ച്, അവൻ ഉന്നത നിലകളിലെത്തും, അവനെ നോക്കും, ഞങ്ങൾക്ക് ശിഷ്ടകാലം സുഖകരമായി ജീവിക്കാം. എന്നാൽ തന്റെ ഓമന മകന്റെ വേർപാടിൽ ഈ വിധവയായ സ്ത്രീ അലമുറയിട്ട് കരയുന്നു. പക്ഷെ യേശു അടുത്ത് ചെന്നിട്ട് അവളോട് പറയുകയാ, കരയണ്ട. ഈ കാഴ്ച യേശുവിന്റെ കരളലിയിപ്പിച്ചു. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഈ വചനം കേൾക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. പ്രതീക്ഷയോടെയാണോ ഈ വചനത്തിന് വേണ്ടി നിങ്ങളുടെ കാതുകൾ തുറന്നു കൊടുത്തിരിക്കുന്നത്? നിങ്ങളെ കണ്ട് യേശു മനസ്സലിയുന്നു. നിങ്ങളുടെ അവസ്ഥകളിൽ യേശു മനസ്സലിയുന്നു. നിങ്ങളുടെ രോഗക്കിടക്കിൽ യേശുവിന്റെ മനസ്സലിവ്, നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ യേശുവിന്റെ മനസ്സലിവ്, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ തകർച്ചയിൽ യേശുവിന്റെ മനസ്സലിവ് സംഭവിക്കുകയാണ്. യേശു മനസ്സലിഞ്ഞാൽ പാവം, കഷ്ടമുണ്ട്, ഇങ്ങനെയൊന്നും പറയത്തില്ല. യേശു മനസ്സലിഞ്ഞാൽ ആ മനസ്സലിവിന്റെ പുറകെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക്, പ്രശ്നത്തിന് ഒരു പരിഹാരം ഇവിടെ വരുത്തും. യേശു അവിടെ പറയുകയാ, കരയണ്ട. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന സകലരോടും യേശു പറയുകയാ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ കരയണ്ട, നിങ്ങൾ കരയണ്ട. കരയണ്ട എന്ന് പറഞ്ഞ യേശു മുൻപോട്ട് പോയി എന്നല്ല. അടുത്ത വചനത്തിൽ വായിക്കുന്നു, അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ഒന്ന്, യേശു മനസ്സലിഞ്ഞു. 2, കരയണ്ട എന്ന് പറഞ്ഞു. 3, അവൻ ആ മഞ്ചം ഒന്ന് തൊട്ടു. ഇന്ന് രാവിലെ യേശു നിങ്ങളെ കണ്ട് മനസ്സലിഞ്ഞാൽ, കരയണ്ടെന്ന് പറഞ്ഞാൽ, കരയണ്ട എന്ന് പറഞ്ഞു വിടുകയല്ല. യേശു നിങ്ങൾ കരയുന്ന വിഷയത്തെ ഒന്ന് തൊടാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ കരച്ചിലിന്റെ കാരണം? ഈ സ്ത്രീയുടെ കരച്ചിലിന്റെ കാരണം തന്റെ മകന്റെ വേർപാടാണ്. അവന്റെ ചലനമറ്റ ശരീരം മുൻപേ നടക്കുന്ന പുരുഷന്മാരുടെ ചുമലിലുണ്ട്. യേശു ആ വിഷയത്തെ കയ്യിൽ നിന്ന് തൊടുകയാണ്. ഇന്ന് രാവിലെ ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത അതീവ ദുഃഖത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ചില വിഷയങ്ങളെ യേശു തൊടാൻ പോകുന്നു. യേശു തൊടുന്നതും മനുഷ്യർ തൊടുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. അടുത്ത വചനത്തിൽ, അടുത്ത വാക്കിൽ എഴുതിയിരിക്കുക, അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. യേശു തൊട്ടയുടൻ ഈ ചലനമറ്റ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്യാൻ നടക്കുന്നവർ സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഒറ്റ നിൽപ്പ. കാരണം തൊടേണ്ടവൻ തൊട്ടാൽ ചിലർക്ക് പിന്നെ ചലിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കരച്ചിലിന്റെ അവസ്ഥയിൽ പലരും വന്ന് നിങ്ങളെ തൊട്ട് കാണും. നിങ്ങളുടെ വിഷയങ്ങളെ, നിങ്ങളുടെ ചില അനുഭവങ്ങളെ അവർ സ്പർശിച്ചു കാണും. ആ സ്പർശിച്ചതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തലവേദനയായി കാണാം.
പലരും തൊട്ട് നിങ്ങളുടെ വിഷയം കുളമായിട്ടുണ്ടാകാം. ഡോക്ടർ തൊട്ടു, വൈദ്യന്മാർ തൊട്ടു, അനുഭവസ്ഥര് തൊട്ടു, പരിചയസമ്പത്തുള്ളവര് തൊട്ടു. ഈ തൊടലെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂനിന്മേൽ കുരു പോലെ വലിയ തലവേദനയിലേക്ക് നിങ്ങളെ നയിച്ചു കാണാം. എന്നാൽ അവരാരും തൊട്ടതുപോലെയല്ല. ഇന്ന് യേശു നിങ്ങളെ തൊടുന്നത് ഒരു വ്യത്യസ്തമായ തൊടലാണ്. തൊടേണ്ടവൻ തൊട്ടാൽ ചിലർക്ക് ചലിക്കാൻ കഴിയത്തില്ല. അവർ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിശ്ചലമാകാൻ പോവുകയാണ്. എന്താ ഇവരുടെ തോളിലുള്ളത്? ഈ സ്ത്രീയുടെ ഏക പ്രതീക്ഷയായ മകന്റെ ചലനമറ്റ ശരീരം. എന്തിനാ അവർ പോകുന്നേ? ഈ ഡെഡ് ബോഡി മറവ് ചെയ്യാനാ. അതേനാണ് യേശു തൊട്ടത്. പിന്നെ അവർക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ നെയ്തെടുത്ത ചില സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാകാതെ മരണമടഞ്ഞോ? ഇനി വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ഈ സ്വപ്നങ്ങൾ ഇനി നിറവേറാൻ പോകുന്നില്ല. ഇനി ഇത് ജീവിക്കാൻ പോകുന്നില്ല. സാധ്യതകളെല്ലാം അടഞ്ഞുപോയി. അതിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടുവാനുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങളായിരിക്കുന്നത്? പ്രിയ സ്നേഹിതരെ, യേശു അതിനെ ഒന്ന് തൊടാൻ പോകുന്നു. നിങ്ങളുടെ വിഷയത്തെ യേശു തൊടാൻ പോകുകയാണ്. യെസ്, നിങ്ങളുടെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ബിസിനസ്, ഇങ്ങനെയുള്ള ചില മേഖലകളിൽ പൂർത്തീകരിക്കാനാകാതെ പാത വഴിയിൽ മരണമടഞ്ഞ് ഇനി വെച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യമില്ല, ഇതങ്ങ് ഉപേക്ഷിച്ച് കള, ഇതങ്ങ് ഡ്രോപ്പ് ചെയ്, ഇതങ്ങ് വിട്ടുകള എന്നൊക്കെ പലരുടെ ഉപദേശം കേട്ട് അവസാനിപ്പിച്ചു പൂട്ടിക്കെട്ടി അതിനെ മറവ് ചെയ്യാൻ പോകുമ്പോൾ, ഇന്ന് നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, യേശുവിന്റെ കരം നീട്ടി അവൻ നിങ്ങളുടെ വിഷയത്തിൽ ഒന്ന് തൊടുകയാണ്. പലരും സ്നേഹിതരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, നമ്മളോട് വന്ന് ബുദ്ധി ഉപദേശിച്ചു. വെറുതെ സമയം കളയല്ലേ, ആയുസ് പാഴാക്കല്ല്, നീ സ്വപ്നം പിടിച്ചോണ്ടിരുന്നിട്ട്, നീ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല, വിട്ടുകള, കുഴിച്ചുമൂട്. പലരും നമ്മുടെ പ്രോജക്റ്റുകളെ കുഴിച്ചുമൂടാൻ വേണ്ടി അവർ കുഴി തോണ്ടിക്കാണും. അവര് ചിലപ്പോൾ ഇത് മറവ് ചെയ്യാനായി ചുമക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടാകും. പക്ഷേ യേശു ഇന്ന് പകൽ തൊട്ടാൽ പിന്നെ ആർക്കും ചലിക്കാൻ പറ്റത്തില്ല. യേശു തൊട്ട ഉടൻ ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഒരു സ്പർശനം എത്ര പേർ ആഗ്രഹിക്കുന്നു. പലരും എന്നെ തൊട്ടു. പലർക്കും പറയാനുള്ള സങ്കടകരമായ ഒരു സാക്ഷ്യം, ഒരു അനുഭവമായിരിക്കാം. ബ്രദറെ, പലരും എന്നെ തൊട്ടു. തൊട്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടായി മാറി. എന്നാൽ അവരാരും തൊട്ടതുപോലെയല്ല. ഇന്ന് തൊടേണ്ടവൻ തൊടേണ്ടതുപോലെ നിങ്ങളെ ഒന്ന് തൊടുന്നു. അത് യേശുവിന്റെ കരമാണ്. യേശു തൊട്ടാൽ അത് പിന്നെ പഴയതുപോലെ ആയിരിക്കത്തില്ല. യേശു തൊട്ടാൽ അവസ്ഥകൾക്ക് പൊടുന്നനമേ മാറ്റം വരും. യേശു തൊട്ടാൽ ചലനമറ്റത് ചലിക്കാൻ തുടങ്ങും. യേശു തൊട്ടാൽ മരിച്ചതായിരിക്കും ഒരു ഉയർപ്പ് അവിടെ സംഭവിക്കും. എത്ര പേര് ആഗ്രഹിക്കുന്നു? എനിക്കിന്ന് മകൻ യേശുവിന്റെ സ്പർശനം ആവശ്യമാണ്. എന്റെ ആരോഗ്യസ്ഥിതിയിൽ യേശുവിന്റെ സ്പർശനം എനിക്ക് വേണം. ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നടത്തി, പലരും പലയിടങ്ങളിലും പോകാൻ ഉപദേശിച്ചു. അവിടെ നല്ലതാണ്, ഇവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, വേറൊരു വൈദ്യനുണ്ട്, അവിടെ കിടത്തി ചികിത്സയുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ പലതും നമ്മൾ പരീക്ഷിച്ചു. നിരാശപ്പെട്ട് ഇനി മരണം എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ? ഇന്ന് മകൻ യേശുവിന്റെ കരം നീട്ടി അവൻ നിങ്ങളൊന്ന് തൊടുന്നു. യേശു നിങ്ങളെ തൊടുന്നു. മരണമല്ല നിങ്ങളുടെ ദൈവത്തിന്റെ പദ്ധതി. ആ മരണത്തിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് ഉയർപ്പ് കൽപ്പിക്കുന്നു. യേശു അടുത്ത് ചെന്ന് കരം നീട്ടി മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു.
അടുത്തത് യേശുവിന്റെ ഒരു കൽപ്പനയാണ്. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇന്ന് രാവിലെ യേശു കരം നീട്ടി ആരെയൊക്കെയോ സ്പർശിച്ചിട്ട് പറയുകയാ, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. നീ ഇങ്ങനെ ഇവിടെ കിടക്കരുത്, നീ ഇങ്ങനെ തുടരരുത്. കുഴിച്ചിടാൻ വരട്ടെ, മറവ് ചെയ്യാൻ വരട്ടെ. ഉപേക്ഷിക്കാൻ സമയമായില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ മൂടരുത്, മണ്ണിട്ട് മൂടിക്കളയരുത്, ശവക്കുഴിയിൽ ഇറക്കി വെക്കരുത്. എഴുന്നേൽക്ക, എഴുന്നേൽക്ക. നിങ്ങളുടെ ശാരീരിക അവസ്ഥയിൽ യേശുവിന്റെ കരസ്പർശനത്താൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഡോക്ടർമാർ നിങ്ങളെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗമില്ല. പക്ഷെ യേശുവിന് പകൽ തൊട്ടാൽ ഓപ്പറേഷനുകൾ മാറിപ്പോകും. നിങ്ങളുടെ ശരീരത്തിന് അനാവശ്യമായി കത്തിവയ്ക്കുവാൻ യേശു അനുവദിക്കത്തില്ല. വിശ്വസിക്കേ, ഈ വചനം വിശ്വസിക്കേ. നിങ്ങളുടെ സാമ്പത്തികമായി തകർക്കപ്പെട്ട അവസ്ഥകൾ, കുഴിച്ചുമൂടലിന്റെ അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ ആയിരിക്കുന്നത്. പക്ഷെ യേശു സ്പർശിച്ചാൽ പഴയതുപോലെയല്ല, ഒരു പുതിയ ജീവൻ സാമ്പത്തിക മേഖലയിൽ സംഭവിക്കാൻ പോകുന്നു. തകർന്ന ബിസിനസ്സുകൾ, തകർന്ന പ്രോജക്റ്റുകൾ, നിങ്ങൾ നെയ്തെടുത്ത ഒരുപാട് 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 പദ്ധതികൾ, സാധ്യതകളെല്ലാം അസ്തമിച്ച് കുഴിച്ചു മൂടാൻ വേണ്ടി കൊണ്ടുപോകുകയാണോ? ഇന്ന് പകൽ യേശു കയറിയൊന്ന് തൊട്ടിട്ട് നിങ്ങളോട് പറയുക, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഇതുവരെ കാണാത്ത, ഇതുവരെ ചിന്തിക്കാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത ചില പുതിയ പദ്ധതികൾ, ചില പുതിയ വഴിത്തിരിവുകൾ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മാനസികമായി ഒന്നിനും ഒരു ഉത്സാഹമില്ലാതെ, പലതും കണ്ടും കേട്ടും അനുഭവിച്ചും പലരുടെയും സമാനമാകുന്ന അവസ്ഥകൾ കണ്ട് മനസ്സ് വേദനിച്ചു നിരാശപ്പെട്ട് ജീവിതം വല്ലാതെ തള്ളി നീക്കുകയാണ്. യേശു ഇന്ന് പകൽ നിങ്ങളുടെ മാനസിക മേഖലയൊന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പനമ്മ, ഭാര്യ, ഭർത്തൃ, മക്കൾ ബന്ധത്തിൽ ഒരു ഊഷ്മളതയില്ലേ? സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ലേ? കരുതൽ ലഭിക്കുന്നില്ലേ? ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ച് അവഗണനകളുടെ ഭാരമേറ്റുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് തള്ളി നീക്കുകയാണോ? യേശുവിന്റെ പകൽ നിങ്ങളെ ഒന്ന് സ്പർശിച്ച് അമരണകരമായ അവസ്ഥകൾ അവസാനിപ്പിച്ച് ഒരു പുതുജീവൻ നൽകുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ, പക്ഷേ വേർപിരിന്റെ വാക്കിലാണ്. നിങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾ മടുത്തു. ഇതാണോ ഇന്ന് പകൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുഴിച്ചിടരുത്, കുഴിച്ചിടരുത്. വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവിന് ഒത്തിരി നന്മകൾ പകർന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവദാസന്മാരെ, വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും ആരംഭിച്ച ചില പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകാൻ കഴിയാതെ, ഒരു ജീവന്റെ തുടിപ്പതിൽ കാണാൻ കഴിയാതെ അവസാനിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ നിങ്ങളായിരിക്കുന്നത്? പലരും നിങ്ങളോട് ഉപദേശിച്ച് കാണും, ഇവിടെ തുടർന്നിട്ട് കാര്യമില്ല, വിട്ടുകള. ലീഡേഴ്സ് നിങ്ങളോട് പറഞ്ഞു കാണും, ബ്രദറിനെ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ മാനുഷിക ശബ്ദങ്ങളാണ്. ഇന്ന് പകൽ ആ മരണകരമായ അവസ്ഥയിൽ നിങ്ങൾ വല്ലാതെ വേദനിച്ചുകൊണ്ട് തള്ളി നീക്കുന്ന അനുഭവങ്ങളെ യേശു നിങ്ങൾ തൊടുകയാണ്. യേശു തൊട്ടാൽ അതൊരു സാധാരണ തൊടലല്ല, അതിലൂടെ ഒരു ജീവന്റെ സ്പർശനം, ഒരു ജീവന്റെ കൈമാറ്റം സംഭവിക്കും. യേശു പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക. ഇന്ന് രാവിലെ ദൈവദാസനോട് പറയുന്നു, എഴുന്നേൽക്ക് സിസ്റ്റർ, ബ്രദർ, സഹോദര, സഹോദരി, നിങ്ങൾ എഴുന്നേൽക്ക്. ഒരു ജീവന്റെ കൈമാറ്റം നിങ്ങളുടെ അവസ്ഥകളിലേക്ക് പ്രവഹിക്കുകയാണ്. എന്താ സംഭവിച്ചത്? യേശുവിന്റെ വാക്ക് വെറുവാക്കായി പാഴ്വാക്കായി പോയില്ല. ബാല്യക്കാല എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ
മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ചില മിനിറ്റുകൾക്ക് മുമ്പ് ചലനമറ്റ ശരീരം വഹിച്ചുകൊണ്ട് ബഹുപുരുഷാരം ആരവാരവും വിലാപവും കരച്ചിലുമായി ഈ ചെറുപ്പക്കാരന്റെ മൃതശരീരം മറവ് ചെയ്യാൻ വന്നതാ. എന്നാൽ പട്ടണത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് യേശുവുമായിട്ടൊരു കൂട്ടിമുട്ടൽ സംഭവിച്ചപ്പോൾ ഇപ്പോൾ ഇതാ മഞ്ചത്തിൽ കിടന്നവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വായിൽ വാക്കുകളൊന്നും വരുന്നില്ലേ? ഇനി സംസാരിച്ചൊരു കാര്യമില്ല. എന്നാ പറയാൻ? ഇതിനോട് ചോദിക്കാം, എന്തോ വിശേഷമോ, എന്തോ പറയാനാ? നല്ല വാക്കൊന്നും പറയാനില്ല, നല്ലതൊന്നും പറയാനില്ല. വാക്കുകൾ അറ്റുപോയോ? ജീവിതം വല്ലാതെ ഹോമിക്കുകയാണോ? നിങ്ങളുടെ വായിൽ കർത്താവ് ഒരു ആർപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ നാവിനെ സ്തുതികളാൽ ആനന്ദഘോഷത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങി. അവനെ തൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഒരു അത്ഭുതം നിങ്ങൾ കൈവയ്ക്ക് ചെയ്യുന്നു. നിങ്ങളുടെ അവസ്ഥകൾ എത്ര പരിതാപകരമായാലും യേശു സ്പർശിക്കാതെ വിടത്തില്ല. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സമയത്തിൽ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നുകൊണ്ട് ഈ വചനം ശ്രവിച്ച പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. സാമ്പത്തിക, മാനസിക, ശാരീരിക, ആത്മിക, ഭൗതിക മേഖലകളിൽ തകർച്ചകൾ കണ്ട് മരണമടഞ്ഞ് കുഴിച്ചുമൂടലിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഒരു സ്പർശനം, ആഴമേയൊരു ദൈവിക തൊടൽ, അത് മനുഷ്യൻ തൊട്ടതുപോലെയല്ല. ഇതുവരെ ഇവരുടെ ലൈഫിൽ ഇവർ അനുഭവിക്കാത്ത ഒരു ദിവ്യ സ്പർശനം ഇപ്പോൾ ഈ ജനം അനുഭവിച്ചു തുടങ്ങട്ടെ. ഇവരുടെ മേൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. സാമ്പത്തിക സ്ഥിതികൾക്ക് വലിയ മാറ്റം വരട്ടെ, പ്രമോഷനുകൾ വരട്ടെ, നല്ല റിസൾട്ടുകൾ വരട്ടെ, ഇന്റർവ്യൂവിൽ പാസ്സായി വരട്ടെ, വഴികൾ തുറക്കട്ടെ, വിസയുടെ തടസ്സങ്ങൾ മാറട്ടെ, യാത്രകൾ ഓപ്പൺ ആകട്ടെ, ശുശ്രൂഷകൾ വർദ്ധിക്കട്ടെ, പ്രവർത്തന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല മരണാവസ്ഥകളും മാറി ഒരു പുതുജീവന്റെ സ്പർശനം ഈ ജനം അനുഭവിച്ചു തുടങ്ങട്ടെ. സകലരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അത്ഭുതമായി തീരും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ ജീവന്റെ ഒരു കൈമാറ്റം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ തൊടും. ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ഗോഡ് ബ്ലസ് യു ഓൾ.